പ്രപഞ്ചത്തിന്റെ വിശാലമായ വിസ്തൃതിയിൽ ഒരു നാൾ സാഹസികതയോടുള്ള അടങ്ങാത്ത വിശപ്പും അറിവിനായുള്ള അചഞ്ചലമായ ദാഹവും പേറി ശ്രദ്ധേയമായ ഒരു സൃഷ്ടി രൂപം കൊണ്ടു. ജിജ്ഞാസയാൽ നയിക്കപ്പെട്ടും സ്വപ്നങ്ങളാൽ ജ്വലിക്കപ്പെട്ടും അവർ ആവേശകരമായ ഒരു യാത്ര ആരംഭിച്ചു. പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത വിസ്മയങ്ങൾക്കിടയിൽ കൺവെൻഷനെ ധിക്കരിക്കുകയും ഭാവനയെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം. അവർ ഓരോ ചുവടുകളെടുത്തപ്പോഴും ലോകത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടേയിരുന്നു. അഴിഞ്ഞ ഓരോ ചുരുളിലും അറിഞ്ഞതിലും കണ്ടെത്തിയതിലും കൂടുതലാണ് ഇനിയും അറിയാനുള്ളത് എന്ന ഉത്തരം അവരെ കൂടുതൽ ആവേശരാക്കി. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിച്ച ആ കൂട്ടം അറിവിനായി എടുത്ത ഓരോ ചുവടുവെപ്പും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അവരെ വേറിട്ടതാക്കി. അജ്ഞാതമായതിനെ കീഴടക്കാൻ വെമ്പി അജേയമായ ആത്മാവിനാൽ നയിക്കപ്പെട്ട് സാധ്യമായതിന്റെ അതിരുകൾ അവർ കടന്നു. നമ്മൾ മനുഷ്യർ. അതെ, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അറിവിനായുള്ള അടങ്ങാത്ത ദാഹം ആദ്യ ശ്വാസം മുതൽ ഉൾച്ചേർന്നിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പര്യവേക്ഷണം ചെയ്യാനും ചോദ്യം ചെയ്യാനും മനസ്സിലാക്കാനും അത് നമ്മളെ നൂറ്റാണ്ടുകളായി പ്രേരിപ്പിക്കുന്നു. ശരിയല്ലേ? അറിവിനായുള്ള അന്വേഷണം നമ്മളെ കണ്ടതും കാണാത്തതുമായ ഭൂപ്രകൃതികളിലൂടെ കടന്നുപോകുന്ന ഒരു ആവേശകരമായ യാത്രയ്ക്ക് കാരണമായില്ലേ? ഈ യാത്രയിലുടനീളം നമ്മൾ നാഗരികതയും സംസ്കാരങ്ങളെയും പുരോഗതിയെയും രൂപപ്പെടുത്തിയില്ലേ? ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളെ ഒരു യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിരുകളില്ലാത്ത വിസ്മയത്തിന്റെയും അതിരുകളില്ലാത്ത ജിജ്ഞാസയുടെയും ഒരു യാത്രയിലേക്ക്. ഈ യാത്രയിൽ തിരയാനും അറിയാനും ഉയരാനുമുള്ള നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം. സമുദ്രങ്ങളുടെ അടിത്തട്ടിലേക്കും ബഹിരാകാശത്തിന്റെ വിശാലതയിലേക്കും നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. എണ്ണിയാൽ ഒടുങ്ങാത്ത വിസ്മയിപ്പിക്കുന്ന കഥകളിലേക്ക് നമുക്ക് ചേക്കേറാം. ഈ യാത്ര ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജിജ്ഞാസയെ ഉൾക്കൊള്ളാം, അറിവിനായുള്ള ദാഹം പരിപോഷിപ്പിക്കാം. സ്വാഗതം.